ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി വർക്കിന് ഏറ്റിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്ന കംപ്ലൈൻറ്റ് ഒന്ന് ഹാൻഡിൽ നല്ല രീതിയിൽ ബലം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അത് കോൺസെപ്റ്റ് കംപ്ലൈൻ്റ് ആയിട്ട്. പിന്നെ സെൽഫ് അടിക്കുന്നില്ല, അങ്ങനെ 1-2 കംപ്ലൈൻറ്റ്സുകളും പറഞ്ഞിരുന്നു. അപ്പോൾ ഹാൻഡിലിൻ്റെ ബെയറിങ് നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ടോ. വലിയ പഴക്കമുള്ള ബെയറിങ് അല്ല കിടക്കാം, പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ അഴിച്ചിട്ട് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അഴിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ബോൾ കാര്യങ്ങളൊക്കെ ചടിപ്പോവും. പിന്നെ നമുക്ക് ആ റേസർ മാത്രമായിട്ട് കിട്ടില്ല, കിറ്റായിട്ടേ വരുള്ളൂ. അപ്പോൾ ബോൾ റേസർ കിറ്റേപ്പാടി നമുക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗം റെഡി ആയിക്കോളും. പിന്നെ അത് കൂടാതെ ഈ ഫ്രണ്ടിലത്തെ ടയർ ഉണ്ടല്ലോ, ടയർ സൈഡ് തേമാനം നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ടയറൊന്ന് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ആ വലിയ പാളിച്ചയുള്ള കേസിൽ ഹാൻഡിലിൻ്റെ ടൈറ്റ് കോൺസെപ്റ്റ് മാറ്റി കഴിഞ്ഞാൽ റെഡിയാവും. പക്ഷേ ആ വണ്ടി ഒരു പാളുന്നൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ടയറിൻ്റെയാണ്. ഫ്രണ്ടിലത്തെ ഉണ്ട്, ബാക്കിലത്തെ ഉണ്ട്. ബാക്കിലത്തെ ടയർ നോക്കിക്കോട്ടോ, ഈ ഭാഗം നോക്കുമ്പോൾ അത്യാവശ്യം ഈ സൈഡ് അത്യാവശ്യം തേമാനമുണ്ട്. ഇത് ശരിക്കും നല്ല രീതിയിലുള്ള തേമാനമല്ല. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതുമ്പോൾ ഉപയോഗിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ വി ഷേപ്പ് മോഡൽ ടയറാണ്. അതായത് MRFൻ്റെ സാഫർ എന്നൊക്കെ പറയും. MRFോ സിയറ്റോ അപ്പോളോ ഏതെടുത്താലും സാഫർ ഡിസൈൻ ഇങ്ങനെ വി ഷേപ്പായിരിക്കും അതിൻ്റെ പാറ്റേൺ, അതിൻ്റെ ത്രെഡ് പാറ്റേൺ വരുന്നത്. ആ മോഡലാണ് ശരിക്കും നമുക്ക് ഇതുമ്പോൾ ഉപയോഗിക്കാൻ നല്ലത് കേട്ടോ. അതാണ് ഉപയോഗിക്കേണ്ട വണ്ടിക്ക്. അപ്പോൾ എന്തായാലും ഇത് തീരുമ്പോൾ ഇത് മാറ്റിയിട്ട് ഇടുന്ന സമയത്ത് ആ മോഡൽ ചേഞ്ച് ചെയ്തിടാം. ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ ടയർ കൂടി കൂട്ടത്തിൽ മാറ്റാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കാനുള്ളൊരു സ്മൂത്ത് കിട്ടും. കൂട്ടത്തിയുടെ ഹാൻഡിൽ ബെയറിങ് ചേഞ്ച് ചെയ്തിടാം. സെൽഫ് വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബാറ്ററിയാണ് പ്രോബ്ലം. ബാറ്ററി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ് അത് ഇരിക്കുന്നത്. എക്സൈൻ്റെ ബാറ്ററിയാണ്. നമുക്ക് അതിൻ്റെ വോൾട്ട് നോക്കുന്ന സമയത്ത് 12.4 വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്നത് അതിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് കാണിക്കുമ്പോൾ ഓൾറെഡി ബാറ്ററി ഡാമേജ് ആയിട്ടാണ്. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ കേസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കോൺസെപ്റ്റും ബാറ്ററി ആ ഫ്രണ്ട് ടയറും കൂടി ഉൾപ്പെടുത്തിയ ഒരു എസ്റ്റിമേറ്റ് പറയാം. ബാക്ക് ടയറും കംപ്ലൈൻറ്റ് ഉണ്ട്, പക്ഷേ നമുക്കത് ബാക്ക് ടയർ തൽക്കാലം അങ്ങനെ തന്നെ നിലനിർത്താം. എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് എമൗണ്ട് കൂടുതൽ വരുമല്ലോ. അപ്പോൾ ആ 3 ഐറ്റം പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തതാണ്. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ. അതനുസരിച്ച് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ.